ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു 60 വയസ്സിന് ശേഷം ചെയ്യാവുന്ന കാലുകൾക്ക് ബലമുണ്ടാക്കാൻ സഹായിക്കുന്ന, ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എന്നുവെച്ചാൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ്. ഈ വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ചെയ്യുവാണ്. ഓക്കെ, ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ട് ഒരു 15 മിനിറ്റ് ഞാൻ തന്നെ അങ്ങ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കൂടാം. ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും ഈ വർക്കൗട്ട് ചെയ്യാം, പരിശീലിക്കാം. ഓക്കെ, വളരെ ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ പ്രായമായി വരുന്തോറും നമ്മുടെ കാലുകൾക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും തന്നെ, മിക്കവാറും ആൾക്കാർക്കെല്ലാം തന്നെ പ്രശ്നങ്ങളാണ്. കാലിൻ്റെ മുട്ടുവേദന, കാലുകൾക്കുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളാണ്. ഓക്കെ, വെരിക്കോസ് പ്രശ്നങ്ങൾ, അതേ കണക്ക് തന്നെ കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ നിസ്സാരമായ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ നമ്മുടെ കാലുകളുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 15 മിനിറ്റ് ഞാൻ ഈ വ്യായാമം ചെയ്ത് കാണിക്കുകയാണ്. വീഡിയോ 15 മിനിറ്റ് ലെങ്തി ആയിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതിനൊക്കെ തന്നെ നിങ്ങളിത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. കാരണം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ റബ്സുകൾ, നിങ്ങൾ ചെയ്യേണ്ട രീതികളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ചെയ്തു തുടങ്ങി ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ കാലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നല്ല ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അനായാസം ചെയ്യാവുന്ന വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് 60-70 വയസ്സായില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട, ചെറുപ്പക്കാർക്കും ചെയ്യാം. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുക, എൻ്റെ ഒപ്പം തുടങ്ങിക്കൊള്ളുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം കൂട്ടുകാരെ, നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ എന്നോടൊപ്പം ചേരുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. നിങ്ങളുടെ നടുവൊക്കെ നിവർത്തി നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത്, ഞാനിരിക്കുന്ന പൊസിഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾക്കിരിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ കസേരയിൽ ഇരിക്കുന്ന പോലെ നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക. 1 2, കാല് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. 2 3, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 3, വെരി ഗുഡ്. 4, സാവധാനം. 5. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബോഡി പോസ്ചർ കൃത്യമായിരിക്കണം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ കാല് നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ ഉയർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ. ഓക്കെ, 6 7, ഹോൾഡ്. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ താഴോട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരു കാലിൽ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ലാസ്റ്റത്തെ തവണ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ മുകളിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് പതുക്കെ ഉയർത്തുക. സാവധാനം താഴോട്ട്. 1 സ്ട്രെയിറ്റ്, ഹോൾഡ്. 2 വീണ്ടും മുകളിലേക്ക്, ഹോൾഡ്. 3 4, നൈസ്. ഈ ഒരു വർക്കൗട്ട് വളരെ നല്ല ഒരു വ്യായാമമാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ തൈ മസിലിനെ സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ കാൽമുട്ടുകളുടെ ആ ഒരു വേദന, നിങ്ങളുടെ കാൽമുട്ടുകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. വളരെ അനായാസം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്, വ്യായാമങ്ങളാണ്. സാവധാനം താഴ്ത്തു വരാം. അപ്പ്, ഹോൾഡ്. വെരി ഗുഡ്. അപ്പ്, ഹോൾഡ്. സ്ട്രെയിറ്റ് ആയിരിക്കണം കാല്. നിങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. നമ്മൾ ഇരു കാലിലും 10 പ്രാവശ്യം വെച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ വ്യായാമം, നിങ്ങൾ കസേരയിൽ അല്പം മുമ്പോട്ട് കയറിയിരിക്കുക. ഓക്കെ, ഞാൻ ഇരിക്കുന്ന കണക്ക് മുമ്പോട്ട് കയറിയിരുന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ബാക്കിലോട്ട് വെക്കുക. ഇതേപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് സാവധാനത്തിൽ ഉയർത്തുക. 1 ഹോൾഡ്. നിങ്ങൾക്ക് ഇത്ര മാത്രമേ കാല് ഉയർത്താൻ പറ്റുകയുള്ളൂ, കാരണം വെച്ചാൽ നിങ്ങൾ മുമ്പോട്ട് കയറിയിരിക്കുകയാണ്. ഓക്കെ, 3 നൈസ്. പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. 4, കാല് സ്ട്രെയിറ്റ് ആയിരിക്കണം. ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4 വെരി ഗുഡ്, വെരി ഗുഡ്.
സാവധാനം താഴോട്ട് 5. ഈ ഒരു വർക്കൗട്ടും നിങ്ങളുടെ കാൽമുട്ടുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കും. അത് കണക്ക് തന്നെ നിങ്ങളുടെ തൈ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ല വ്യായാമമാണ്. ഓക്കെ, നമ്മുടെ കാലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ കാലിൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ ആ ഒരു രക്തയോട്ടമൊക്കെ നല്ല സുഗമമാക്കാനായിട്ട് സഹായിക്കും. അതിലുപരിയായിട്ട് നിങ്ങളുടെ കാലിൻ്റെ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കാല് ചെയ്യാൻ 10 പ്രാവശ്യം ഞാൻ ഒരു കാലിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത കാല് ഓക്കെ, ഇതേപോലെ എന്നിട്ട് സ്ട്രെയിറ്റ് ആക്കുക. 1 ഹോൾഡ്, പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. 2 വെരി ഗുഡ്, സ്ട്രെയിറ്റ് ഹോൾഡ്. നിങ്ങളുടെ നടുവ് ഒരിക്കലും വളഞ്ഞു പോരുത്. ഓക്കെ, നിങ്ങളുടെ നടുവ് സ്ട്രെയിറ്റ് ആയിരിക്കണം, ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് കണക്ക് തന്നെ നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ആ ഒരു കാലിലോട്ട് മാത്രം കൊടുക്കുക. ഗുഡ്. നിങ്ങൾക്ക് ഇതേപോലെ കൈകൊണ്ട് നിങ്ങളുടെ കാൽമുട്ടിൽ സപ്പോർട്ട് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. സാവധാനം താഴോട്ട് ഹോൾഡ്. നിങ്ങൾക്ക് നല്ല ഒരു പെയിൻ അനുഭവപ്പെട്ട് തുടങ്ങുന്നതായിരിക്കും. വളരെ നല്ലതാണിത്. ഓക്കെ, നിങ്ങളുടെ കാലിലെ മസിൽസുകൾ ആക്ടിവേഷൻ ആകുന്നതിൻ്റെ ഒരു സൂചനയാണ് ആ ഒരു പെയിൻ. നിങ്ങൾ അതുകൊണ്ടൊന്നും ഭയപ്പെടണ്ട. വെരി ഗുഡ്, സ്ട്രെയിറ്റ്. നല്ല സ്ട്രെച്ചിങ് കിട്ടും, കാലുകൾക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പം നമ്മൾ 2 കാലിലും 10 പ്രാവശ്യം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ നമ്മുടെ വർക്കൗട്ട്, കസേരയിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, നടുവ് നിവർത്തി ചെസ്റ്റൊക്കെ അപ്പ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം കൈകൾ നിങ്ങളുടെ കാൽമുട്ടിൽ വെക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ ഫിംഗർ പതുക്കെ മുകളിലോട്ട് ഉയർത്തുക. നിങ്ങളുടെ ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗം മുകളിലോട്ട് ഉയർത്തുക. ഇതേപോലെ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട് വരാം. പതുക്കെ മുകളിലോട്ട് ഉയർത്തുക, ഹോൾഡ് ചെയ്യുക, താഴോട്ട് വരാം. ഗുഡ്. ഇത് നിങ്ങളുടെ കാഫ് മസിലിനെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന നല്ല ഒരു വ്യായാമമാണ്. കാലിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. അത് കണക്ക് തന്നെ നമുക്ക് ബോഡിയിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ പറ്റിയ ഒരു നല്ല വ്യായാമമാണ്. ഓക്കെ, നമ്മൾ 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പൂറ്റി. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം ഫിംഗർ താഴെ കുത്തിക്കൊണ്ട് ഉപ്പൂറ്റി പൊക്കി. അടുത്തായിട്ട് നമ്മൾ ഉപ്പൂറ്റി താഴെ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫിംഗർ ഭാഗം മുകളിലോട്ട് ഉയർത്തുന്നു. 1 കൊള്ളാം. 2 വെരി ഗുഡ്, നൈസ്. 3 ഇതും നിങ്ങളുടെ ആ ഒരു കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. ആ കാഫിൻ്റെ സൈഡ് ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. അതുകണക്ക് തന്നെ നമ്മുടെ ഈ കാലിൻ്റെ വിരലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉപ്പൂറ്റി വേദന, ഇതിനെയെല്ലാം മറികടക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമം കൂടിയാണ്. നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. 5 ഹോൾഡ്. മുകളിൽ കൊണ്ടുവന്ന് നമ്മൾ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുപോവുക. വെരി ഗുഡ്. ഓക്കെ, റിലാക്സ്. നിങ്ങൾ അല്പനേരം റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ കാലുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ആട്ടി ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു വർക്കൗട്ട് ആവർത്തിക്കുക. നമ്മുടെ വിരലുകൾ താഴെ കുത്തിക്കൊണ്ട് നമ്മുടെ ഉപ്പൂറ്റി ഭാഗം പതുക്കെ പൊക്കി കൊടുക്കുക. ഇതേപോലെ കാഫ് റൈസ്. ഓക്കെ, സിറ്റിംഗ് കാഫ് റൈസ് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര്. 5 കമോൺ. 6 ഹോൾഡ്. സാവധാനം താഴോട്ട് നിങ്ങളുടെ കാഫ് മസിലിലോട്ട് നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുപോവുക. നിങ്ങൾ നല്ല റിഥം, നിങ്ങളുടെ ആ ഒരു റിഥം, നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ആ വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിഥം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഓക്കെ, വെരി ഗുഡ്, നൈസ്. അടുത്തായിട്ട് 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും പഴയ കണക്ക് നമ്മുടെ ഉപ്പൂറ്റി താഴെ കുത്തിക്കൊണ്ട് നമ്മുടെ കാലിൻ്റെ വിരലുകൾ പതുക്കെ മുകളിലോട്ട് പൊക്കുക. ഇതേപോലെ 1 നൈസ്. താഴോട്ട് കൊണ്ടുവരിക. 2 ഹോൾഡ്. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട്. 3 ഗുഡ്. 4 നൈസ്. 5 വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഈ വർക്കൗട്ട് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നമ്മൾ 10 20 പ്രാവശ്യമാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്തത്. ഓക്കെ, ഒരു വർക്കൗട്ട് തന്നെ നമ്മൾ 20 പ്രാവശ്യം ചെയ്തു. അടുത്ത വർക്കൗട്ട് നമ്മൾ 20 പ്രാവശ്യം ചെയ്തു. നല്ല വർക്കൗട്ടാണ്. അപ്പം ഈ ഒരു വർക്കൗട്ടും നിങ്ങൾ ഇതേപോലെ ചെയ്യുക. നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമാക്കി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ്.
അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾ ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നൈസ്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, നൈസ്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാല് പതുക്കെ ബാക്കിലോട്ട്, പതുക്കെ ആ ഫ്ലോറിൽ കൂടി ബാക്കിലോട്ട്, മാക്സിമം ബാക്കിലോട്ട്. അതിനുശേഷം വീണ്ടും പഴയ പൊസിഷൻ. നൈസ്. പതുക്കെ ബാക്കിലോട്ട് പോട്ടെ. ആ ടൈലിൽ കൂടി എൻ്റെ കാല് പതുക്കെ ബാക്കിലോട്ട് പോവുകയാണ്. വീണ്ടും പഴയ പൊസിഷൻ. 3. നൈസ്. വീണ്ടും പഴയ പൊസിഷൻ. 4. ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിലിനും തൈ മസിലിനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കാലുകളുടെ ആ മുട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ കാൽമുട്ടുകൾ, നിങ്ങളുടെ നീ ഭാഗം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നീക്ക് നല്ല കാൽമുട്ടുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനും ആ ഒരു കാലിൻ്റെ ജോയിൻറ്റ് ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. പതുക്കെ ബാക്കിലോട്ട് പോട്ടെ, സാവധാനം. വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ്. വീണ്ടും പഴയ പൊസിഷൻ. പതുക്കെ ബാക്കിലോട്ട് പോട്ടെ. ഇതേപോലെ ഇത്ര മാത്രം. വീണ്ടും കാൽ മുമ്പോട്ട് വെക്കാം. നിങ്ങൾ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ വർക്കൗട്ടുകളും ചെയ്യുന്നത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത കാല് മുമ്പോട്ട് വെക്കാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം പതുക്കെ ബാക്കിലോട്ട് വരട്ടെ. വെരി ഗുഡ്, നൈസ്. 1. വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരട്ടെ. 2. വെരി ഗുഡ്. 3. ഗുഡ്. 4. നിങ്ങളുടെ കാലിലോട്ട് കോൺസെൻട്രേഷൻ പോട്ടെ. നമ്മുടെ കാലുകളിലോട്ട് രക്തയോട്ടം കൂടുന്നതായിട്ട് നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, നിങ്ങളുടെ കാലിലോട്ട് ആ ഒരു കാലിൻ്റെ ഫുൾ മസിൽസും ആക്ടിവേഷൻ ആവുന്നതായിട്ട് നിങ്ങൾ കരുതുക. ഇതേപോലെ. വെരി ഗുഡ്, നൈസ്, ഗുഡ്. ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നൈസ്. പതുക്കെ ബാക്കിലോട്ട് പോട്ടെ. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യുക. വെരി ഗുഡ്, റിലാക്സ് ചെയ്യുക. കാലൊക്കെ ഒന്ന് ആട്ടി ഒന്ന് വിശ്രമിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആവർത്തിക്കുക. അടുത്ത കാല് മുമ്പോട്ട് വരട്ടെ. പതുക്കെ ബാക്കിലോട്ട്. 2. നൈസ്. 3. നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. ഓക്കെ, ആ ജോയിൻസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കാലിൻ്റെ ഞരമ്പുകളും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി. നൈസ്. ഈ കൂടുതലും നമുക്ക് ഈ കാൽമുട്ടുകൾക്കും കാലുകൾക്കും സ്ട്രെങ്ത് കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പ്രായമായി വരുന്നവരാണ്. ഓക്കെ, രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഇതേ കണക്കുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. കാലുകളുടെ സ്ട്രെങ്ത് കുറയാറുണ്ട്. മിക്കവാറും നമ്മൾ ഇത് കണക്കുള്ള കാലുകൾക്ക് ഇപ്പം നടക്കാൻ വയ്യ, ഉപ്പൂറ്റി താഴെ കുത്താൻ വയ്യ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റിക്ക് അതിശക്തമായിട്ടുള്ള വേദന, കാൽമുട്ടിന് വേദന, ഒരു സ്റ്റെപ്പ് പോലും കയറാൻ വയ്യ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ കുറച്ച് പെയിൻ കില്ലേഴ്സ് നമുക്ക് തരുന്നു, നമ്മളത് കഴിക്കുന്നു, കുറച്ച് ദിവസം ആശ്വാസം കിട്ടുന്നു, വീണ്ടും പഴയ കണക്ക് നമുക്ക് വേദന ആവർത്തിക്കുന്നു. ഇത് തന്നെ ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും. കുറച്ച് ആൾക്കാരൊക്കെ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകും, പക്ഷേ അതും ആവർത്തിക്കില്ല. അതിനൊക്കെ വലിയ നമ്മൾ ചാർജ് കൊടുത്തിട്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ലഘുവായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മൊബിലിറ്റി വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം തരുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് പതുക്കെ ചെയ്യാം. ബാക്കിലോട്ട് പോട്ടെ. നൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വർക്കൗട്ട് നമ്മൾ 20 പ്രാവശ്യം വെച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഫൈനൽ വർക്കൗട്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ ചേർത്ത് വെക്കുക. ഓക്കെ, ഇതേപോലെ ചേർത്ത് വെക്കുക, പാദങ്ങൾ ചേർത്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് പതുക്കെ ഇതേപോലെ നിങ്ങളുടെ കാൽമുട്ടുകൾ പതുക്കെ ഇങ്ങനെ അകന്നു പോട്ടെ. വീണ്ടും അടുപ്പിക്കുക. നൈസ്. അടുപ്പിക്കുക. 3. വെരി ഗുഡ്. മാക്സിമം ഇതേപോലെ അകത്താൻ നിങ്ങൾക്ക് 5. ഇത് നിങ്ങളുടെ ഇന്നർ തൈസിനെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന നല്ല ഒരു വ്യായാമമാണ്. വെരി ഗുഡ്. നൈസ്. 6. പതുക്കെ പോകട്ടെ.
7. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കൈകൾ കൊണ്ട് പതുക്കെ ഒന്ന് ഫോഴ്സ് ചെയ്തടിപ്പിക്കുക. ഇതേപോലെ അതിനൊക്കെ തന്നെ നമ്മൾ അകത്തുന്ന സമയത്തും നല്ല രീതിയിൽ ഒന്ന് ഫോഴ്സ് ചെയ്ത് നല്ല ശക്തിയായിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലെ അടുപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുക, 10 പ്രാവശ്യം ചെയ്യുക. റിലാക്സ്, വെരി ഗുഡ്. റിലാക്സ്. കാലിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു 10 പ്രാവശ്യം കൂടെ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. 1, മാക്സിമം ശക്തിയായിട്ട് തന്നെ അടുപ്പിക്കട്ടെ. 2, വെരി ഗുഡ്. സാവധാനത്തിൽ പോവാം. 4, വെരി ഗുഡ്. 5, 6, 7. ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഗുഡ്, വെരി നൈസ്. അപ്പം ഇതേപോലെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് കാലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ആവർത്തിക്കാം. നിങ്ങളുടെ കാലുകൾ വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.